ഒരു സാധാരണ ദേശീ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് പിന്നീട് ജീവിതത്തിലെ ഒരുമാതിരിപ്പെട്ട ചലഞ്ചുകളൊന്നും ഏൽക്കാൻ വഴിയില്ല. അത്രമാത്രം സ്കില്ലുകളാണ് അവരവിടെ നിന്ന് ആർജിച്ചെടുക്കുന്നത്. കണ്ടുപിടിക്കപ്പെട്ട മാനസിക രോഗങ്ങളുടെ എല്ലാം ഒരു ലൈവ് സാമ്പിൾ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ഒരു കൈവഴിയിലുണ്ടാവും. അതിപ്പം ഡിപ്രഷൻ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും നാർസിസം ആണെങ്കിലും ചികിത്സ ഒരു പാരസെറ്റമോളും കഴിച്ച് പച്ചവെള്ളം കുടിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഒരാണവായുധം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ ഇവരെ കൈകാര്യം ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാക്കിക്കെല്ലാം ഒരേ മൈലാണ്. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷന് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഒരു പ്രക്ഷുബ്ധ രംഗം പതിവാണ്. സോപ്പ് എവിടെ, ചീപ്പ് എവിടെ, കണ്ണാടി എവിടെ, അടി പിടി വാക്കേറ്റം കരച്ചിൽ. പക്ഷേ ഫംഗ്ഷന് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ആക്ടിംഗ് ആണ്. ഇതേപോലെ സ്നേഹവും കരുതലും ക്ഷമയുമുള്ള ഒരു കുടുംബം ആ പഞ്ചായത്തിൽ വേറെ കാണില്ല. കൺട്രോളിങ്ങും കമ്പാരിസനും ബുള്ളിങ്ങും ഡോമിനേഷനും ഒന്നും ഒരു സാധാരണ ദേശീയ ഫാമിലിയിൽ ടോക്സിക് അല്ല. അത് ടോക്സിക് ആണെന്ന് പറയുന്നവനാണ് ടോക്സിക്. അതിപ്പം വീട്ടുകാർ മാത്രമല്ല, വരുന്നവരും പോകുന്നവരുമെല്ലാം തരം കിട്ടിയാൽ അതെടുത്ത് പ്രയോഗിക്കും. അതിനൊക്കെ തിരിച്ച് നന്ദിയും ജീവിതകാലം കടപ്പാടും അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ശരിക്കും വർഷാവർഷം അവാർഡ് കൊടുക്കേണ്ടത് സിനിമാ താരങ്ങൾക്കല്ല, ഒരു ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ ജനിച്ചു വളർന്ന് ഇന്നും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കാണ്. ഒരു സാധാരണ ദേശീയ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക്